ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമൊക്കെ തൽക്കാലത്തേക്ക് അവസാനിച്ചു കഴിഞ്ഞു. ഇറാന് കനത്ത തിരിച്ചടിയേറ്റു. ഇസ്രായേൽ വീണ്ടും അവരുടെ മറ്റ് ശത്രുക്കളെ നേടാൻ വേണ്ടി പോയി. പക്ഷേ മൊസാദ് ഇപ്പോഴും ഇറാനെ വെറുതെ വിടുന്ന ലക്ഷണം കാണുന്നില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ഇപ്പോഴും ഇറാന് ചെറിയ തോതിലുള്ള പണികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇറാൻകാർ ഇപ്പോൾ വീണ്ടും സംശയിക്കുന്നത്. ഇതിന് കാരണമുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായി, അതായത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതായത് തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ചെറിയ തോതിലുള്ള സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഇത് വലിയ തോതിലുള്ള സ്ഫോടനങ്ങളോ തീപിടുത്തങ്ങളോ ഒന്നും തന്നെ ആയിരുന്നില്ല, ചെറിയ തോതിലാണ്. എങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാകുന്നതെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ തീപിടുത്തം നടക്കുന്നുണ്ട്, അതുപോലെ ചില വാഹനങ്ങൾ തീപിടിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആദ്യം ഇറാൻകാർക്ക് മനസ്സിലായിരുന്നില്ല. അവർ കരുതിയിരുന്നത് ഇത് ഒരുപക്ഷെ വീട്ടിലെ ഷോർട്ട് സർക്യൂട്ട് മൂലമായിരിക്കും, അല്ലെങ്കിൽ വാഹനത്തിന് നിങ്ങൾ തകർന്ന് സംഭവിച്ചതായിരിക്കും തീപിടിച്ചത് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ്. എന്നാൽ ഇപ്പോൾ അവർ ന്യായമായും സംശയിക്കുന്നത് മൊസാദിനെ തന്നെയാണ്. കാരണം മൊസാദ് ഒരു ഓപ്പറേഷൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ അവരത് വിജയിക്കുന്നത് വരെ അവർ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് ഇറാൻകാർക്ക് നന്നായിട്ട് അറിയാം. ലെബനനിലെ ഹിസ്ബുള്ളയുടെ നേതാക്കളെല്ലാം തന്നെ പേജറുകൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയ കഥ ഇറാൻകാർക്ക് അറിയാം. അതുപോലെ ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്ന ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ മൊസാദ് വധിച്ചത് എങ്ങനെയെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇറാനിലെ പ്രധാന നഗരങ്ങളിലെ പ്രധാന സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ഒക്കെ തന്നെ ആളുകൾ ഭയന്നാണ് ജീവിക്കുന്നത്. ഏത് നിമിഷമാണ് തങ്ങളുടെ വീട്ടിലെ ഒരു ഇലക്ട്രോണിക് ഉപകരണം, അല്ലെങ്കിൽ തങ്ങളുടെ വാഹനം തീപിടിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാപനം തീപിടിക്കുന്നത് എന്നവർ നോക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ വലിയ സ്ഫോടനവും പൊട്ടിത്തെറിയും അതല്ലെങ്കിൽ തീവ്രവാദി ആക്രമണവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് വലിയ തോതിലുള്ള ജനശ്രദ്ധയിൽ വരുന്നതും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതൊക്കെ തന്നെ. പക്ഷേ ഇതങ്ങനെ സംഭവിക്കുന്നില്ല. ചെറിയ തോതിലുള്ള ഈ തീപിടുത്തങ്ങൾ പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും ഇറാനിലെ സൈനിക മേധാവികളെയൊക്കെ തന്നെ വല്ലാതെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് ഈ ഒരു തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇനി അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ സ്വാഭാവികമായും ഇത് മൊസാദ് നടത്തുന്ന എന്തോ ഓപ്പറേഷനാണ് എന്ന സംശയം തോന്നി തുടങ്ങിയത്. ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിയിരിക്കുന്നതും ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. ഇത് മൊസാദ് തന്നെ ആയിരിക്കാം ഈ തരത്തിലുള്ള ഈ ഒരു ഭീതി പരത്തുന്ന ചെറിയ തോതിലുള്ള സംഭവങ്ങൾക്ക് പിന്നിലുള്ളത് എന്നാണ് നമ്മൾ കരുതേണ്ടത്.